നമസ്കാരം. 24 റൗണ്ടപ്പിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ പ്രജിൻ സി കണ്ണൻ. വിശദമായ റിപ്പോർട്ടുകളിലേക്ക്. രാഹുൽ മാങ്കുട്ടത്തിനെതിരായ പാർട്ടി നടപടി സ്പീക്കറെ അറിയിച്ച് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ കോൺഗ്രസ് പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയെന്നാണ് അറിയിച്ചത്. രാഹുൽ സഭയിലെത്തിയാൽ ഇനി പ്രത്യേക ബ്ലോക്കിൽ ഇരിക്കേണ്ടി വരും. സലീം മാലിക് തിരുവനന്തപുരത്തും ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. സലീം, ഇന്ന് പകലിൽ വന്ന വാർത്ത ഇതുമായി ബന്ധപ്പെട്ട് നാളെ അല്ലെങ്കിൽ നിയമസഭാ സമ്മേളനം സമ്മേളിക്കുന്ന സമയത്ത് എവിടെയായിരിക്കും രാഹുൽ മാങ്കൂട്ടത്തിന്റെ സ്ഥാനം, അതിൽ എന്ത് നിലപാടായിരിക്കും കോൺഗ്രസ് സ്വീകരിക്കുക, UDF സ്വീകരിക്കുക എന്നതിലെ ആശയക്കുഴപ്പങ്ങളെക്കുറിച്ചായിരുന്നു ഇന്ന് ഉടനീളം ചർച്ചയായ വാർത്ത. പക്ഷേ ഇപ്പോൾ ഒരു തീരുമാനത്തിലേക്ക് കോൺഗ്രസ് പാർട്ടി എത്തിയിരിക്കുന്നു. രാഹുലിനെയും സഭയിൽ പ്രത്യേക ബ്ലോക്കായി ഇരിക്കേണ്ടി വരും. എന്തൊക്കെ തീരുമാനങ്ങളുടെ നിരീക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലൊരു തീരുമാനം? പ്രജിൻ, കഴിഞ്ഞ രണ്ടാഴ്ചയിലധികമായി കോൺഗ്രസ് പാർട്ടിയിൽ നടന്ന സജീവമായ ചർച്ചയ്ക്കാണ് ഇന്നിപ്പോൾ അവസാനമായിരിക്കുന്നത്. കാരണം രാഹുൽ മാങ്കൂട്ടത്തിനെ നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുപ്പിക്കുമ്പോൾ സ്വീകരിക്കേണ്ട കോൺഗ്രസ് നിലപാട് എന്ത് എന്നുള്ളതിലെ ചുറ്റിപ്പറ്റിയായിരുന്നു ചർച്ചകൾ. അതിൽ എ ഗ്രൂപ്പിന്റെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം രാഹുൽ മാങ്കൂട്ടത്തിനെ പങ്കെടുപ്പിക്കണം എന്ന് മാത്രമല്ല, രാഹുൽ സഭയിലെത്തുമ്പോൾ സുരക്ഷയൊരുക്കണം എന്നുകൂടി പറഞ്ഞതാണ്. ഒപ്പം തന്നെ ആ തീരുമാനത്തിന് കോൺഗ്രസിലെ തന്നെ ഒരു വലിയ വിഭാഗം നേതാക്കളുടെ പിന്തുണയും ഉണ്ടായിരുന്നു. പക്ഷേ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ ആ നിലപാടിന് വിഭിന്നമായി രാഹുൽ മാങ്കൂട്ടത്തിനെ പങ്കെടുപ്പിക്കാൻ കഴിയില്ല എന്നൊരു നിലപാടാണ് എടുത്തത്. ഏറ്റവും ഒടുവിൽ ആ നിലപാടിന് അംഗീകാരം കിട്ടുന്നു കോൺഗ്രസിനുള്ളിൽ. പ്രതിപക്ഷ നേതാവ് തന്നെ സ്പീക്കർക്ക് പാർലമെന്ററി പാർട്ടി നേതാവ് എന്ന നിലയിൽ കത്ത് നൽകുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ പാർട്ടിയെതിരായ പാർട്ടി നടപടിയാണ് ഇപ്പോൾ സ്പീക്കറെ ഔദ്യോഗികമായി അറിയിച്ചിരിക്കുന്നത്. പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു എന്ന് കാണിച്ചുകൊണ്ടുള്ള കത്തുൾപ്പെടെ സ്പീക്കർക്ക് കൈമാറിയിട്ടുണ്ട്. ഒപ്പം തന്നെ പാർലമെന്ററി പാർട്ടിയിലും ഇനി മുതൽ രാഹുൽ മാങ്കൂട്ടത്തിൽ അംഗമല്ല എന്ന തീരുമാനമാണ് സ്പീക്കറെ അറിയിച്ചിരിക്കുന്നത്. ഇതോടുകൂടി നിയമസഭാ സമ്മേളനത്തിൽ UDF ഔദ്യോഗികമായി വിപ്പ് രാഹുലിന് ഇല്ലാതാകുന്നു, UDF വിപ്പ് ഇല്ലാതാകുന്നു. അതുകൊണ്ട് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ വരികയാണെങ്കിൽ പോലും, ഒരുപക്ഷെ സഭാ സമ്മേളനത്തിൽ വരികയാണെങ്കിൽ പോലും ഇനി രാഹുലിന് സുരക്ഷ ഒരുക്കേണ്ട പൂർണ്ണ ചുമതല സ്പീക്കർക്ക് മാത്രമായി മാറുന്നുണ്ട്. അതല്ലാതെ ഏതെങ്കിലും നിലയിൽ രാഷ്ട്രീയ പ്രതിരോധം തീർക്കുമോ എന്നുള്ള കാര്യത്തിൽ, കോൺഗ്രസ് തീർക്കുമോ എന്നുള്ള കാര്യത്തിൽ അറിയില്ല. ഒപ്പം അതുമായി ബന്ധപ്പെട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ പങ്കെടുക്കാനായി എത്തുകയാണെങ്കിലും അതിന് പാർട്ടി തീരുമാനത്തിന് വിഭിന്നമായി വേണമെങ്കിലും രാഹുലിന് സഭയിലേക്ക് കയറി വരാൻ കഴിയുന്നൊരു സ്ഥിതി നിലവിലുണ്ട്. എന്തായാലും ആ തീരുമാനം ഉൾപ്പെടെ ഇനി കോൺഗ്രസ് പാർട്ടിയുടെ തീരുമാനമാവില്ല രാഹുലിന് ഇനി സ്വീകരിക്കേണ്ടി വരിക. സ്വന്തം തീരുമാനം സ്വന്തം നിലയിൽ തന്നെ പങ്കെടുക്കണോ ഇല്ലയോ എന്നുള്ള കാര്യത്തിലൊക്കെ തീരുമാനമെടുക്കാൻ കഴിയും. പക്ഷേ അപ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിൽ പാർട്ടിയിലെ തന്നെ രാഹുലിനൊപ്പം നിൽക്കുന്ന നേതാക്കളുടെ കൂടി തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും അവസാന തീരുമാനത്തിലേക്ക് എത്തുക എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പക്ഷേ അപ്പോഴും പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ രാഹുൽ വിഷയത്തിൽ ആദ്യ ദിവസം മുതൽ എടുത്ത നിലപാടിന് അംഗീകാരം പാർട്ടിക്കുള്ളിൽ കിട്ടുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം ഈ സസ്പെൻഷനിലേക്ക് എത്തുമ്പോൾ പോലും അന്നും പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ സ്വീകരിച്ചൊരു നിലപാടായിരുന്നു നിർണായകമായത്. രാഹുൽ മാങ്കൂട്ടത്തിൽ ഉൾപ്പെടുന്ന ഒരു ടീമിനെ നിയമസഭയിലേക്ക് നയിച്ചു കൊണ്ടുപോകാൻ തനിക്ക് കഴിയില്ല എന്നുള്ളതായിരുന്നു പ്രതിപക്ഷ നേതാവ് അന്ന് സ്വീകരിച്ചിരുന്ന നിലപാട്. അതിന് പിന്നാലെ രൂക്ഷമായ സൈബർ ആക്രമണം ഉൾപ്പെടെ പ്രതിപക്ഷ നേതാവിനെതിരെ ഉണ്ടാകുന്ന സാഹചര്യമുണ്ടായി. രാഹുൽ അനുകൂലികൾ ഉൾപ്പെടെയുള്ളവർ കനത്ത ഭാഷയിലായിരുന്നു പ്രതിപക്ഷ നേതാവിനെ വിമർശിച്ചത്. അതിന് പിന്നാലെ ഡിജിറ്റൽ മീഡിയ സെൽ അംഗങ്ങളും പ്രതിപക്ഷ നേതാവിനെതിരെ തിരിയുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ഏറ്റവും ഒടുവിലാണ് അതിൻ്റെ ഈ നിയമസഭാ സമ്മേളനം തുടങ്ങാൻ 2 ദിവസം മാത്രം ബാക്കി നിൽക്കെ സജീവമായ ചർച്ചകളിലേക്ക് കോൺഗ്രസ് നേതൃത്വം കടന്നത്. ആ ചർച്ചകൾക്കൊടുവിലാണ് രാഹുൽ മാങ്കൂട്ടത്തിലെ സസ്പെൻഷൻ വിഷയം ഇപ്പോൾ സ്പീക്കറെ അറിയിച്ചിരിക്കുന്നത്. കോൺഗ്രസിന് വേണമെങ്കിൽ ഈ സസ്പെൻഷൻ വിവരം സ്പീക്കറെ അറിയിക്കാതെയും ഇരിക്കാം. കാരണം സംഘടനാ തലത്തിൽ സ്വീകരിച്ച നടപടിയാണ്. അത് നിലവിൽ പാർട്ടി ചിഹ്നത്തിൽ മത്സരിച്ച് ജയിച്ചയാൾ എന്ന നിലയിൽ അത് സ്പീക്കറെ അറിയിക്കേണ്ട കാര്യം അതുകൊണ്ട് തന്നെയാണ് ഇപ്പോഴത്തെ ഈ തീരുമാനം അത് പ്രാധാന്യം ഉള്ളതാണെന്ന് പറയുന്നതും. കാരണം ഇപ്പോൾ സലീം പറഞ്ഞതുപോലെ ആദ്യഘട്ടത്തിൽ അത്തരത്തിൽ നിലപാട് സ്വീകരിച്ചെങ്കിലും പിന്നീട് കോൺഗ്രസിനകത്ത് 2 അഭിപ്രായങ്ങൾ ഉരുത്തിരിഞ്ഞു വന്നു എന്നുള്ളതാണ് വസ്തുത. ഏറ്റവും ഒടുവിൽ ഈ വി.ഡി. സതീശനെയും രമേശ് ചെന്നിത്തലയൊക്കെ കുറ്റപ്പെടുത്തിക്കൊണ്ട് യൂത്ത് കോൺഗ്രസ് വനിതാ നേതാവ് എന്ന് അറിയപ്പെടുന്ന അല്ലെങ്കിൽ ആ രീതിയിൽ പറയപ്പെടുന്ന ഒരാൾ രംഗത്ത് വരുന്നു, ഒരു യുവതി രംഗത്ത് വരുന്നു. അങ്ങനെ ഒരു മൊഴി തന്നെ ക്രൈംബ്രാഞ്ചിന് കൊടുക്കുന്നു. രാഹുലിനെതിരെ ഗൂഢാലോചന നടത്തി, അതിന് ഉന്നതതല ബന്ധങ്ങളുണ്ട് എന്നൊക്കെ പറയുന്നു. അപ്പോൾ 2 അഭിപ്രായം കോൺഗ്രസിൽ ഉണ്ടായിട്ടുണ്ട് എന്നതിൽ സംശയമൊന്നുമില്ല. പക്ഷേ ഏറ്റവും ഒടുവിൽ അല്ല, ഔദ്യോഗികമായി എന്താണോ തീരുമാനം നിരത്തിയെടുത്തത് അതിലേക്ക് തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യുന്നു നേതൃത്വം എന്നുള്ളതാണ്. അപ്പോൾ അതിൽ ഇനിയൊരു മറുചിന്ത വേണ്ട എന്ന് തന്നെയല്ലേ കോൺഗ്രസ് ഇതിലൂടെ വ്യക്തമാക്കുന്നത്? ഇതിൽ ഈ ഔദ്യോഗികമായി കത്ത് സ്പീക്കർക്ക് നൽകിയതോടുകൂടി ഇനി കോൺഗ്രസിന്റെ UDF വിപ്പ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഉണ്ടാവില്ല. ഒപ്പം തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെ സംബന്ധിച്ചിടത്തോളം പ്രത്യേക ബ്ലോക്കിൽ ഇരിക്കേണ്ടി വരും. അത് ഇനി മുതൽ രാഹുൽ സഭയിലേക്ക് വരികയാണെങ്കിൽ പ്രത്യേക ബ്ലോക്കിൽ ഇരിക്കേണ്ടി വരും എന്നതുൾപ്പെടെയുള്ളതാണ് ഔദ്യോഗികമായുള്ള തീരുമാനം. ഇനി അതിനപ്പുറത്തേക്ക് കോൺഗ്രസിന് വേണമെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിന് സംരക്ഷണം നൽകാം. നിയമസഭയിൽ എത്തുമ്പോൾ അത് രാഷ്ട്രീയമായ സംരക്ഷണം നൽകാം. പക്ഷേ അത് ഇനി എത്രത്തോളം നൽകുമെന്നുള്ള കാര്യത്തിൽ ഉൾപ്പെടെ സംശയമുണ്ട്. കാരണം ഏതെങ്കിലും നിലയിൽ പ്രതിഷേധം ഉണ്ടാവുകയാണെങ്കിൽ രാഹുലിനെ പിന്തുണച്ചുകൊണ്ട്
നിലപാടെടുക്കാമെന്നുള്ളതാണ്. പക്ഷേ നിലവിൽ പാർട്ടിയിൽ ഔദ്യോഗികമായി തന്നെ പാർട്ടി അംഗമല്ല എന്ന് സ്പീക്കറെ അറിയിച്ച പാർട്ടി വിപ്പ് നഷ്ടപ്പെട്ട ഒരാളെ ഏത് നിലയിൽ ആ നിലയിൽ ഒരു പിന്തുണ നൽകും, രാഷ്ട്രീയ പിന്തുണ നൽകും എന്നത് ഉൾപ്പെടെയുള്ളത് വലിയ പ്രാധാന്യത്തോടു കൂടി കാണേണ്ടതാണ്. മാത്രമല്ല രാഹുൽ മാങ്കൂട്ടത്തിൽ ഇനി സഭയിൽ പങ്കെടുക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിലും ഇനി കോൺഗ്രസിന് തീരുമാനമെടുക്കാൻ കഴിയില്ല. കോൺഗ്രസിലെ നേതാക്കൾ പറയുന്നത് ഒരുപക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൽ അനുസരിച്ചേക്കും. പക്ഷേ അതിനപ്പുറത്തേക്ക് ഔദ്യോഗികമായി രാഹുൽ മാങ്കൂട്ടത്തിന് കോൺഗ്രസ് പങ്കെടുക്കേണ്ട എന്ന് പറഞ്ഞാൽ പോലും സഭയിൽ പങ്കെടുക്കാൻ കഴിയുന്നൊരവസരമുണ്ട്. കാരണം ഇനി സ്വന്തമായി തീരുമാനിച്ചാൽ മതി എന്നുള്ളതാണ്. ഒരു സ്വതന്ത്ര MLA എന്ന നിലയിൽ രാഹുൽ മാങ്കൂട്ടത്തിന് ആ തീരുമാനം സ്വതന്ത്രമായി തന്നെ എടുത്താൽ മതി. അപ്പോൾ സംരക്ഷണം കൊടുക്കേണ്ടത് ഏതെങ്കിലും നിലയിൽ സംരക്ഷണം കൊടുക്കേണ്ടത് സ്പീക്കറുടെ മാത്രം ചുമതലയായി വരികയും ചെയ്യും. പ്രജിൻ സലീം മാലിക്കാണ് വിശദാംശങ്ങൾ നൽകിയത്. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിലെ നടപടി, ആ പാർട്ടി നടപടി ഇപ്പോൾ സ്പീക്കറെ ഔദ്യോഗികമായി അറിയിച്ചിരിക്കുകയാണ് പ്രതിപക്ഷ നേതാവ്. മറ്റു വാർത്തകളിലേക്ക് കടക്കാം. എറണാകുളം ലിസി ആശുപത്രി വീണ്ടും ഒരു ഹൃദയ ശസ്ത്രക്രിയയ്ക്ക് ഒരുങ്ങുകയാണ്. കൊല്ലം സ്വദേശിയായ 13-കാരിക്കാണ് ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്താനിരുന്നത്. അപകടത്തിൽ മസ്തിഷ്ക മരണം സംഭവിച്ച 18-കാരനായ അങ്കമാലി സ്വദേശിയുടെ ഹൃദയമാണ് മാറ്റിവെക്കുക. വിശദമായ പരിശോധനകൾക്കായി ഡോക്ടർ ജോസ് ചാക്കോ പെരിയപ്പുറവും സംഘവും അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ആശുപത്രിയിൽ എത്തിയിട്ടുണ്ട്. നമ്മൾ ഹൃദയം നോക്കിയതിന് ശേഷം അത് നമ്മളുടെ സ്വീകർത്താവിന് ചേരുന്നതാണെങ്കിൽ മാത്രമേ നമ്മൾ എടുക്കത്തുള്ളൂ. എടുക്കാനാണെങ്കിൽ ഒരു അരമണിക്കൂർ കൊണ്ട് നമുക്ക് തീരുമാനം എടുക്കാൻ പറ്റും. അതിനുശേഷം ഏകദേശം ഒരു 1.5 മണിക്കൂറോളം എടുക്കും അതിന്റെ ഹാർവെസ്റ്റിങ്ങിനൊക്കെ ആയിട്ട്. പക്ഷെ ഞങ്ങൾ തീരുമാനിച്ചിട്ടില്ല. ഹൃദയത്തിന്റെ ഒരു ചേർച്ച നമ്മളൊന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പൊ കേട്ടോ, ഇവിടെ ഹാർട്ട് എടുക്കുന്നുണ്ട് എന്ന് തീരുമാനിച്ചെങ്കിൽ മാത്രമേ അവിടുത്തെ കാര്യങ്ങൾ ആക്ടിവേറ്റഡ് ആകത്തുള്ളൂ. കോർഡിനേറ്റ് ചെയ്താണ് പോകുന്നത് കേട്ടോ. എസ് ശ്യാംകുമാർ ലിറ്റിൽ ഫ്ലവർ ആശുപത്രിയിൽ നിന്നും തത്സമയം ചേരുകയാണ്. ശ്യാം, ഇനിയിപ്പോൾ അവിടുത്തെ അങ്കമാലി ആശുപത്രിയിൽ നിന്നുള്ള അടുത്ത നടപടിക്രമങ്ങൾ എന്താണ്? ഇതിൽ പരിശോധനകൾ ഇപ്പോൾ പൂർത്തിയായിട്ടുണ്ടോ? ഈ കൊല്ലത്തുനിന്നുള്ള പെൺകുട്ടി 13-കാരിക്ക് ഈ ഹൃദയം മാറ്റിവെക്കാൻ കഴിയും എന്നതിലേക്കുള്ളൊരു തീരുമാനം വന്നിട്ടുണ്ടോ? അതിന്റെ ഏറ്റവും പുതിയ അപ്ഡേറ്റ് എന്താണ്? ഹൃദയം ലിസി ആശുപത്രിയിൽ ചികിത്സയ്ക്കായി എത്തിയിരിക്കുന്ന 13-കാരിക്ക് അനുയോജ്യമാണോ എന്നതിൽ പരിശോധനകൾ തുടരുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട ഒരു അന്തിമ തീരുമാനം ഡോക്ടർമാർ അറിയിച്ചിട്ടില്ല. നിലവിൽ ബിൽജിത്തിന്റെ ശരീരം ആന്തരിക അവയവങ്ങൾ നീക്കുന്നതിന് വേണ്ടി സർജിക്കൽ വാർഡിലേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ട്. ഇവിടെ ഡോക്ടർമാരുടെ നേതൃത്വത്തിലുള്ള പരിശോധനകൾ തുടരുകയാണ്. ഒരേ സമയമാകും ഈ ആന്തരിക അവയവങ്ങൾ 6 പേർക്കായിട്ട് കൊണ്ടുപോവുക. അതിനുള്ള നടപടിക്രമങ്ങൾ തുടങ്ങുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും അല്പസമയത്തിനകം ലിസി ആശുപത്രിയിൽ ഉള്ള 13 വയസ്സുകാരിക്ക് ബിൽജിത്തിന്റെ ഹൃദയം അനുയോജ്യമാണോ ശസ്ത്രക്രിയയ്ക്ക് എന്നുള്ളതിൽ ഒരു വ്യക്തത വരും. ആ കുടുംബത്തിന്റെ വൈകിയ എടുത്ത തീരുമാനമായിരുന്നു 6 പേരിലൂടെ ബിൽജിത്ത് എന്ന 18 വയസ്സുകാരൻ ഇനിയും ജീവിക്കും എന്നുള്ളത്. അതിന് ആ തീരുമാനമെടുത്തതിന് പിന്നാലെ തന്നെ സംസ്ഥാന സർക്കാരിന്റെ കേസ് ഓട്ടോയിൽ ഈ തീരുമാനം അറിയിച്ചു. അങ്ങനെയാണ് കൊല്ലം സ്വദേശിയായ 13-കാരിയെ തിരഞ്ഞെടുക്കുന്നത്. ഇതിനു വേണ്ടിയിട്ടാണ്, ഈ പരിശോധനയ്ക്ക് വേണ്ടിയിട്ടാണ് ഡോക്ടർ ജോ ജോസഫും ഡോക്ടർ ജോസ് പെരിയവറവും ഉൾപ്പെടെയുള്ള കേരളത്തിന്റെ തന്നെ ഏറ്റവും പ്രഗത്ഭരായ ഹൃദയ ശസ്ത്രക്രിയ വിദഗ്ധർ ഇപ്പോൾ അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ആശുപത്രിയിൽ എത്തിയിരിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ ഇക്കാര്യം അറിയാം. ബിൽജിത്തിന്റെ മറ്റ് അവയവങ്ങളും കോഴിക്കോട് ഉൾപ്പെടെയുള്ള ആശുപത്രി ജില്ലകളിലേക്ക് കൊണ്ടുപോവുകയും കാത്തിരിക്കുന്ന 5 പേരിലൂടെ മൊത്തം 6 പേരിലൂടെ ബിൽജിത്ത് വീണ്ടും ഒരുപാട് കാലം ജീവിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ആ കുടുംബം ഒരുക്കിയിരിക്കുന്നത്. ശരി, എസ് ശ്യാംകുമാറാണ് വിശദാംശങ്ങൾ നൽകിയത് ലിറ്റിൽ ഫ്ലവർ ആശുപത്രിയിൽ നിന്നും. ബംഗളൂരുവിൽ മെട്രോയിലൂടെ ഹൃദയം ആശുപത്രിയിൽ എത്തിച്ചു. ഇന്നലെ രാത്രിയാണ് യശ്വന്ത്പുരയിൽ നിന്ന് മന്ത്രി സ്ക്വയർ സമ്പികെ റോഡിലേക്ക് മെട്രോയിലൂടെ ഹൃദയം എത്തിച്ചത്. 20 മിനിറ്റ് കൊണ്ട് ഹൃദയം ആശുപത്രിയിൽ എത്തിക്കാനായി. ഒരു മാസത്തിനിടെ 2ാം തവണയാണ് ബംഗളൂരു മെട്രോയിലൂടെ ഹൃദയമാറ്റം നടത്തുന്നത്. യശ്വന്ത്പുരയിലെ സ്പാർഷ് ഹോസ്പിറ്റലിൽ നിന്ന് മന്ത്രി സ്ക്വയർ സബിഗെ റോഡിലെ അപ്പോളോ ആശുപത്രിയിലേക്കാണ് ശസ്ത്രക്രിയയ്ക്കായി ഹൃദയം എത്തിക്കേണ്ടിയിരുന്നത്. റോഡിലെ തിരക്ക് കണക്കിലെടുത്ത് ഹൃദയം എത്തിക്കൽ മെട്രോ വഴിയാക്കി. 20 മിനിറ്റ് കൊണ്ടാണ് ഹൃദയം അപ്പോളോയിൽ എത്തിച്ചത്. 11:01 തുടങ്ങിയ യാത്ര 11:21 ലക്ഷ്യസ്ഥാനത്തെത്തി. ട്രെയിനിലെ ഒരിടം ഇതിനായി മാറ്റിവെച്ചായിരുന്നു യാത്ര. തുടർന്നും ഇത്തരം ദൗത്യങ്ങൾക്ക് തങ്ങൾ സജ്ജരാണെന്ന് ബംഗളൂരു മെട്രോ പറയുന്നു. 24 ചെന്നൈ. CPIM-നെ വെട്ടിലാക്കി നേതാക്കൾക്കെതിരെ ഗുരുതര സാമ്പത്തിക ആരോപണവുമായി ഡിവൈഎഫ്ഐ തൃശൂർ ജില്ലാ സെക്രട്ടറിയുടെ ശബ്ദ സംഭാഷണം പുറത്ത്. കരുവന്നൂർ തട്ടിപ്പ് കേസിൽ ആരോപണ വിധേയരായ AC മൊയ്തീൻ, MK കണ്ണൻ ഉൾപ്പെടെയുള്ളവർക്കെതിരെയാണ് ശബ്ദരേഖ. ആരോപണങ്ങൾ നിഷേധിച്ച CPIM നേതൃത്വം ശരത് പ്രസാദിൽ നിന്ന് വിശദീകരണം തേടുമെന്നും അറിയിച്ചു. വിവാദമായതോടെ ശബ്ദ സംഭാഷണത്തിന്റെ ആധികാരികതയിൽ സംശയം പ്രകടിപ്പിച്ച് ശരത് പ്രസാദ് രംഗത്തെത്തുകയും ചെയ്തു. കണ്ണാട്ടം കോടാനോടി വെക്കും പൊളിറ്റിക്സും രക്ഷപ്പെട്ടതാണ്.
കപ്പലണ്ടിയാണ് കപ്പലണ്ടി കച്ചവടം തൃശ്ശൂരാണ്. കരുവന്നൂർ സഹകരണ ബാങ്ക് ക്രമക്കേടും നടത്തറ സഹകരണ സംഘത്തിലെ അഴിമതി ആരോപണവും നിലനിൽക്കെയാണ് CPIM-നെ കുരുക്കിലാക്കി ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറിയുടെ ശബ്ദ സംഭാഷണം. CPIM നടത്തറ ലോക്കൽ കമ്മിറ്റി അംഗം നിബിനുമായി നടത്തിയ സംഭാഷണത്തിൽ MLA-മാരായ സേവർ ചിറ്റിലപ്പള്ളിക്കും KK രാമചന്ദ്രനുമെതിരെ പരാമർശങ്ങളുണ്ട്. ആരോപണങ്ങൾ CPIM ജില്ലാ നേതൃത്വം തള്ളി. ഇതേക്കുറിച്ച് ശരത്തുമായിട്ട് അദ്ദേഹത്തിൽ നിന്ന് വിശദീകരണം തേടാൻ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുകയാണ്. ഞങ്ങളുടെ രാഷ്ട്രീയ എതിരാളികൾക്ക് വീണ് കിട്ടിയ ഒരു ആയുധം എന്ന നിലയിലാണ് അവരത് പ്രചരിപ്പിക്കുന്നത്. വസ്തുതയുമായിട്ട് യാതൊരു ബന്ധമുള്ള കാര്യമല്ല. ശബ്ദ സംഭാഷണത്തിലെ ആരോപണത്തിൽ MK കണ്ണന്റെ പ്രതികരണം ഇങ്ങനെ: ഏത് ബാങ്കിലാണ് അക്കൗണ്ടുള്ളത് അത് പറയും. ഒരു 100 രൂപയിൽ കൂടുതൽ ഒരു അക്കൗണ്ട് എനിക്ക് ഒരു ബാങ്കിലും ഇല്ല. വർഷങ്ങൾക്ക് മുമ്പുള്ള ശബ്ദ സംഭാഷണമെന്നാണ് CPIM വിശദീകരണം. സംഭാഷണം വിവാദമായതോടെ നേതാക്കളെ സംബന്ധിച്ച് തനിക്ക് അങ്ങനൊരു അഭിപ്രായമില്ലെന്നാണ് ശരത് പ്രസാദിന്റെ മലക്കം മറിച്ചൽ. ശബ്ദ സംഭാഷണത്തിന്റെ അടിസ്ഥാനത്തിൽ ആദായനികുതി വകുപ്പിന് അന്വേഷണം ആവശ്യപ്പെട്ട് കോൺഗ്രസ് നേതാവ് അനിൽ അക്കര പരാതി നൽകി. ഇതിന്റെ ശബ്ദ സംഭാഷണത്തിൽ ശരത് പ്രസാദുമായി സംസാരിച്ച CPIM നടത്തറ ഈസ്റ്റ് ലോക്കൽ കമ്മിറ്റി അംഗം നിബിൻ ശ്രീനിവാസനെ മറ്റൊരു സംഭവത്തിൽ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. 24 തൃശൂർ. CPIM-നെ വെട്ടിലാക്കിയ അഴിമതി ആരോപണ സംഭാഷണം ഡിവൈഎഫ്ഐ തൃശൂർ ജില്ലാ സെക്രട്ടറി VP ശരത് പ്രസാദിന്റെ തന്നെയെന്ന് CPIM നടത്തറ ലോക്കൽ കമ്മിറ്റി മുൻ അംഗം നിബിൻ. ശരത് തന്നോട് സംസാരിച്ച ശബ്ദ സന്ദേശമാണ് പുറത്തു വന്നതെന്ന് നിബിൻ പറഞ്ഞു. സംഭാഷണം പുറത്തുപോയത് എങ്ങനെയെന്ന് അറിയില്ല എന്നും നിബിൻ വ്യക്തമാക്കി. അതിലിപ്പോൾ ഞാനും ശരത്തും കൂടി സംസാരിക്കുന്ന വോയിസ് തന്നെയാണ് ഞാനും കേട്ടിട്ടുള്ളത്. അതിൽ ശരത്താണ് ഞാൻ സംസാരിച്ചതും എനിക്ക് നല്ല ശരത്ത് പറഞ്ഞതും എനിക്ക് നല്ല കൃത്യമായിട്ട് നല്ല ഓർമ്മയുള്ളത് തന്നെയാണ്. പക്ഷേ അതിപ്പോൾ എങ്ങനെ വന്നു എങ്ങനെ കിട്ടിയെന്നുള്ളത് എനിക്കറിയില്ല. പക്ഷേ ഞാൻ സംസാരിച്ചിട്ടുണ്ട്. അത് ശരത്ത് സമ്മതിച്ചല്ലോ. ശരത്ത് പറയുന്നത് ഞാൻ കേട്ടത് ശരത്ത് സംസാരിച്ചത് തന്നെയാണ്. അല്ലെങ്കിൽ മറ്റൊരാളുടെ ശബ്ദമാണ്. ഇനിയിപ്പോൾ AI-യുടെ കാലമാണല്ലോ. AI ആണെന്നൊക്കെ പറഞ്ഞാൽ ശരത്തിന് വേണമെങ്കിൽ അത് പറയാം. രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണെങ്കിൽ രക്ഷപ്പെട്ടോട്ടെ. ശരത്ത് രക്ഷപ്പെടണമെങ്കിൽ എനിക്കിപ്പോൾ വേറെ ചലഞ്ചിൻ്റെ ആവശ്യമൊന്നുമില്ല. അഴിമതിക്കെതിരെ സംസാരിച്ചാൽ അത് പുറത്തു പോവുക അല്ലെങ്കിൽ പുറത്താക്കുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ എനിക്കതിൽ വലിയ ഖേദിക്കുന്നൊന്നുമില്ല. കാരണം ഞാൻ പറഞ്ഞതിലൊരു ശരിയുണ്ട് എന്നുള്ളതിൻ്റെ ഭാഗമായിട്ട് ഞാൻ ഉറച്ചു നിൽക്കുക തന്നെയാണ്. അടുത്ത റിപ്പോർട്ടിലേക്ക്. ബീഹാറിന് പിന്നാലെ കേരളത്തിലും സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണം വരുന്നു. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അനുമതി വന്നാലുടൻ അന്തിമ പ്രഖ്യാപനമുണ്ടാകും. SIR നടപ്പാക്കുന്നതിൽ ഒരു ആശങ്കയും വേണ്ടെന്ന് ചീഫ് ഇലക്ടറൽ ഓഫീസർ രത്തൻ യു ഖേൽക്കർ പറഞ്ഞു. കേരളമടക്കമുള്ള സംസ്ഥാനങ്ങളിൽ SIR നടപ്പാക്കുമെന്ന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നേരത്തെ സൂചന നൽകിയിരുന്നു. തദ്ദേശ വാർഡുകളുടെയും തുടർന്ന് തദ്ദേശ സ്ഥാപന അധ്യക്ഷ സ്ഥാനങ്ങളിലേക്കുള്ള സംവരണം നിശ്ചയിക്കുന്ന നടപടികളും ഈ മാസം അവസാനമോ ഒക്ടോബർ ആദ്യമോ നടക്കും. ഇതിനു മുൻപായി SIR-ന്റെ പ്രാഥമിക നടപടികൾ തുടങ്ങാനാകുമെന്നാണ് വിലയിരുത്തൽ. SIR സംബന്ധിച്ച് പ്രത്യേക പരിശീലന പരിപാടികൾ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾക്കും മാധ്യമപ്രവർത്തകർക്കും തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർക്കും നൽകും. തെരഞ്ഞെടുപ്പുകൾ അടുത്തിരിക്കെ SIR നടപടികൾ സങ്കീർണമാകുമെന്ന ആക്ഷേപവുമുണ്ട്. എന്നാൽ അർഹരായ എല്ലാവരെയും പട്ടികയിൽ ഉൾപ്പെടുത്തുമെന്ന് ചീഫ് ഇലക്ടറൽ ഓഫീസർ രത്തൻ യു ഖേൽക്കർ. This will all go as per the schedule. Election Commission of India പറയുന്ന ഷെഡ്യൂൾ അനുസരിച്ച് തന്നെയായിരിക്കും അത് വരാൻ പോകുന്നത്. ആ വരുന്ന സമയത്ത് നമ്മൾ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരുടെ സഹായത്തോടു കൂടി ജനങ്ങളുടെ ഇടയിൽ ആ ഇൻഫർമേഷൻ എത്തിക്കും. വോട്ടർ പട്ടികയിൽ അനധികൃതമായി കടന്നുകൂടിയ പൗരന്മാരല്ലാത്തവരെ ഒഴിവാക്കി പട്ടിക അടിമുടി പരിഷ്കരിക്കുന്ന പ്രക്രിയയാണ് SIR എന്നാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിശദീകരണം. BJPക്ക് വേണ്ടിയുള്ള വെട്ടിനിരത്തലാണെന്നും വോട്ട് കൊള്ളയുടെ മറ്റൊരു രൂപമാണെന്നുമാണ് കോൺഗ്രസ് ആരോപണം. 24 തിരുവനന്തപുരം. നേപ്പാളിലെ രാഷ്ട്രീയ അനിശ്ചിതത്വങ്ങൾക്ക് വിരാമം. സുശീല കർക്കി ഇടക്കാല പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തു. നേപ്പാളിലെ ആദ്യ വനിതാ പ്രധാനമന്ത്രിയാണ് മുൻ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് കൂടെയായ സുശീല കർക്കി. നേപ്പാൾ വൈദ്യുതി അതോറിറ്റിയുടെ മുൻ MD കുൽമാൻ ഗിസിങ്ങിനെ പ്രധാനമന്ത്രിയാക്കണമെന്നാവശ്യപ്പെട്ട് ഒരു വിഭാഗം പ്രക്ഷോഭകർ രംഗത്തെത്തിയിരുന്നു. സമൂഹമാധ്യമ ആപ്പുകൾക്കുമേൽ നിരോധനം ഏർപ്പെടുത്തിയതിനെ തുടർന്ന് ആരംഭിച്ച ജൻസി പ്രതിഷേധം ഒടുവിൽ പരിസമാപ്തിയിലേക്ക്. തർക്കങ്ങൾക്കിടയിൽ സുശീല കർക്കിയെ പ്രധാനമന്ത്രിയാക്കാമെന്ന സമവായത്തിലേക്ക് പ്രതിഷേധക്കാർ എത്തുകയായിരുന്നു. സുശീല കർക്കിയുടെ പ്രായമുയർത്തിക്കാട്ടി ഒരുപറ്റം പ്രതിഷേധക്കാർ നേപ്പാൾ വൈദ്യുതി ബോർഡ് മുൻ MD കുൽമാൻ ഗിസിങ്ങിനെ പ്രധാനമന്ത്രിയാക്കണമെന്ന ആവശ്യവും ഉയർത്തിയിരുന്നു. പ്രക്ഷോഭകരുമായി സൈനിക മേധാവിയും നേപ്പാൾ പ്രസിഡന്റ് രാംചന്ദ്ര പൗഡലും പലതവണ ചർച്ചകൾ നടത്തിയിട്ടാണ് സമവായത്തിലേക്കെത്തിയത്. പാർലമെന്റും സുപ്രീം കോടതിയും ഉൾപ്പെടെ എല്ലാ ഭരണ സംവിധാനങ്ങളും തകർന്ന നേപ്പാളിനെ സാധാരണാവസ്ഥയിലേക്ക് എത്തിക്കുക എന്നതാണ് സുശീല കർക്കിക്ക് മുന്നിലെ ഏറ്റവും വലിയ വെല്ലുവിളി. പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് ആദ്യഘട്ടത്തിൽ കാഠ്മണ്ഡു മേയർ ബാലേന്ദ്ര ഷായുടെ പേരും ഉയർന്നു കേട്ടിരുന്നു. 4 ദിവസം നീണ്ട പ്രക്ഷോഭത്തിൽ ആകെ 51 പേർ മരിച്ചതായാണ് വിവരം. ഇന്റർനാഷണൽ ഡെസ്ക് 24. 2 വർഷങ്ങൾക്ക് ശേഷമുള്ള പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിൽ പ്രതീക്ഷയിലാണ് മണിപ്പൂരിലെ ജനതകൾ. മണിപ്പൂരിൽ പൂർണ്ണമായും സമാധാനവും ശാന്തിയും പുനഃസ്ഥാപിക്കണമെന്നാണ്
നാട്ടുകാരുടെ ആവശ്യം. പല മേഖലകളിലേക്കും യാത്ര ചെയ്യുന്നതിന് ഉൾപ്പെടെ ഇപ്പോഴും നിയന്ത്രണങ്ങൾ തുടരുകയാണ്. മണിപ്പൂരിലെ ഇംഫാളിൽ നിന്ന് വിനീത വിജി തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം ഇനി. മണിപ്പൂർ പൂർണ്ണമായും സമാധാനത്തിലേക്ക് നീങ്ങുന്ന കാഴ്ചകളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇംഫാലിലാണ് ഞാനുള്ളത്. നാളെ പ്രധാനമന്ത്രിയുടെ ഒരു പ്രധാനപ്പെട്ട പരിപാടി നടക്കുന്നതും ഈ ഇംഫാലിൽ തന്നെയാണ്. ഇംഫാലിലേക്ക് വരുമ്പോൾ ഇവിടെ ചെറിയ ചെറിയ വഴിയോര കടകൾ കാണാൻ കഴിയും. ഈ കടകൾ അത് ഏറ്റെടുത്ത് നടത്തുന്നതൊക്കെ തന്നെ മണിപ്പൂരിലുള്ള സാധാരണക്കാരായ സ്ത്രീകളാണ് അതിന് നേതൃത്വം നൽകുന്നത്. അവർ മണിപ്പൂരിൻ്റെ മാത്രമായിട്ടുള്ള ചില വിഭവങ്ങളൊക്കെയാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. വളരെ തുച്ഛമായ വിലയ്ക്കൊക്കെയാണ് ഈ മണിപ്പൂർ സാധനങ്ങൾ അവർ ഇവിടെ വിൽക്കുന്നത്. അങ്ങനെയുള്ള ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അവരിപ്പോൾ രാത്രി അവർ കട തുറന്ന് അതിനുള്ള സാധനങ്ങളൊക്കെ ഒരുക്കുകയാണ്. मणिपुर का डिशेज है ना पूरा? हाँ, मणिपुर का है ये सिंजू और ये बोरा मणिपुर का फेमस डिशेस है. अभी मणिपुर का सिचुएशन क्या है? वो पहले ज़्यादा दिक्कत है, वो अभी पूरा ये मणिपुर का सिचुएशन तो बहुत ख़राब है. अभी क्या अभी ठीक है ना? अभी कहाँ से ठीक होगा? हम लोग भी नहीं जा सकता है, वो लोग भी नहीं आ सकता है, इसलिए बहुत. मोदी जी कल आया इधर, ये वो क्या चाहिए आपको? क्या आपका मांग क्या है? हम लोग को तो पीस चाहिए, दोनों के लिए सिर्फ पीस चाहिए हम लोग को. അവർ പറയുന്നത് എനിക്ക് മണിപ്പൂരിൽ പൂർണ്ണമായും ഒരു സ്വാതന്ത്ര്യം കൊണ്ടുവരണം, അങ്ങനെ ഒരു സ്വാതന്ത്ര്യം കിട്ടണം, അതാണ് ഞങ്ങളുടെ ആഗ്രഹം, അതാണ് ഞങ്ങൾക്ക് വേണ്ടതെന്നൊക്കെയാണ് ഇവിടെയുള്ള മണിപ്പൂരിലെ സാധാരണക്കാരായിട്ടുള്ള സ്ത്രീകളൊക്കെ തന്നെ പറയുന്നത്. നമുക്കിവിടെ ദൃശ്യങ്ങളിലൊക്കെ കാണാൻ കഴിയുന്നത് പോലെ അവരിങ്ങനെ രാത്രികളിലൊക്കെ ഇവിടെ എത്തി അവരുടെ ഒരു കൂട്ടായ്മയായി അവിടെ ഇവിടെ ഇരുന്ന് അവർ ഒന്നിച്ച് ഭക്ഷണം കഴിച്ച് അങ്ങനെയൊക്കെയാണ് നമുക്ക് ഇവിടെ വരുമ്പോൾ ആ ദൃശ്യങ്ങളിലൊക്കെ കാണാൻ കഴിയുന്നത്. അപ്പോൾ മണിപ്പൂർ കാ സിറ്റുവേഷൻ अभी कैसा चल रहा है? अभी तो ठीक नहीं चल रहा है. मतलब हम लोग कैसे जिएगा? हम लोग भी पहाड़ में नहीं जा सकता है, वो लोग भी आ नहीं सकेगा. अभी कितना मर गया, कितना विधवा हो गया, कोई बच्चा मर गया, कोई माँ मर गया, कोई बहन मर गया. बोलने में तो फर्क नहीं है. 2 ईयर का बाद प्रधानमंत्री जी. യെസ്, എന്തായാലും മണിപ്പൂരിലെ നിലവിലെ സ്ഥിതി അത്ര നല്ലതല്ല. അതിലൊരു മാറ്റമുണ്ടാകണം. പ്രധാനമന്ത്രി വരുമ്പോൾ അവിടുത്തെ പ്രതീക്ഷ അത്രമാത്രമുണ്ട്. ഇംഫാളിൽ നിന്ന് വിനീത വിജി തയ്യാറാക്കിയ റിപ്പോർട്ടാണ് നമ്മൾ കണ്ടത്. മാസം തികയാതെ ശാരീരിക പ്രശ്നങ്ങളുമായി പിറന്ന പിഞ്ചുകുഞ്ഞ് സുമനസ്സുകളുടെ സഹായം തേടുകയാണ്. ഹെർണിയ രോഗം ബാധിച്ച കുഞ്ഞിന്റെ സർജറി പൂർത്തിയായെങ്കിലും ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് വാങ്ങിപ്പോരാൻ പണമില്ലാത്ത അവസ്ഥയാണ്. 1,55,000 രൂപ കൂടി കിട്ടിയാൽ മാത്രമേ കുഞ്ഞിനെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ കഴിയൂ. മാസം തികയാതെ പിറന്നതിന്റെ ശാരീരിക ബുദ്ധിമുട്ടുകൾക്കൊപ്പം ഹെർണിയ രോഗവും കൂടിയായതോടെ 3 മാസം മാത്രം പ്രായമുള്ള ഈ പിഞ്ചുകുഞ്ഞ് അനുഭവിക്കാത്ത വേദനയില്ല. മണിയുടെ നീർക്കുഴി സ്വദേശികളായ അപർണയുടെയും പ്രശാന്തിന്റെയും കുഞ്ഞിനാണ് ഈ ദുരവസ്ഥ. 7ാം മാസത്തിൽ പ്രീടേമാനായിട്ടുണ്ടായ കുഞ്ഞാണ്. പ്രീടേമായിട്ടുണ്ടായതുകൊണ്ട് ശാരീരികമായി ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ കോട്ടയത്താണ് ഇവനുണ്ടായത്. 2 മാസം NICയിൽ കുഞ്ഞിനെ കിടത്തുകയും 2 മാസത്തിന് ശേഷം വീട്ടിലേക്ക് ഡിസ്ചാർജായി വന്നു കഴിയുമ്പോഴാണ് ഹെർണിയയുടെ ഒരു പ്രശ്നമുണ്ടെന്നറിഞ്ഞത്. കുട്ടിയുടെ ഗുരുതരാവസ്ഥ പരിഗണിച്ച് എറണാകുളം മെഡിക്കൽ സെന്ററിൽ അടിയന്തര സർജറി നടത്തി. എമർജൻസി ആയിട്ട് ഏതെങ്കിലും പീഡിയാട്രിക് സർജനുള്ള ആശുപത്രിയിലേക്ക് പോകാൻ പറയും. ഞങ്ങളങ്ങനെ EMCയിൽ വരും. ഡോക്ടർ MJ ജോയി പീഡിയാട്രിക് സർജറി നടത്തുകയും ചെയ്തു. ഇപ്പം സർജറി നടത്തി കുഴപ്പമൊന്നുമില്ല. നാളെയാണ് ഞങ്ങൾക്ക് ഡിസ്ചാർജ് പറഞ്ഞേക്കുന്നത്. പൈസയുടെ കുറച്ച് പ്രശ്നമുണ്ട്. ഞങ്ങൾ മാക്സിമം ഓരോരുത്തരോടും ഇങ്ങനെ സഹായങ്ങളൊക്കെ ചോദിച്ചു. അവർ 1 മാസത്തോളം കൊച്ചിവിടെ ആശുപത്രിയിൽ കിടന്നെങ്കിൽ മാത്രമാണ് സഹായം ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ നാളെ ഡിസ്ചാർജിൻ്റെ കാര്യം ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. 1,55,000 രൂപ അടച്ചെങ്കിലാണ് ഞങ്ങൾക്ക് ഇവിടെ നിന്ന് പോകാൻ പറ്റുള്ളൂ. ഞങ്ങൾക്ക് അത്രയും എമൗണ്ടൊന്നും ഇപ്പം അടയ്ക്കാൻ കഴിയണില്ല. ഡ്രൈവറായി ജോലി നോക്കുന്ന രാജേഷിന് ലഭിക്കുന്ന ദിവസവരുമാനം ഉപയോഗിച്ച് സർജറിക്ക് ചിലവായ മുഴുവൻ തുകയും അടയ്ക്കാൻ നിവൃത്തിയില്ല. നാളെയാണ് ആശുപത്രി അധികൃതർ ഡിസ്ചാർജ് പറഞ്ഞിരിക്കുന്നത്. 3 മാസം മാത്രം പ്രായമുള്ള ഈ പിഞ്ചുകുഞ്ഞിന് ആശുപത്രിയിൽ നിന്ന് വീട്ടിലേക്ക് പോകണമെങ്കിൽ സുമനസ്സുകളുടെ സഹായം കൂടിയേ തീരൂ. 24 കൊച്ചി. ശബരിമല ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണ്ണപാളികളുടെ അറ്റകുറ്റപ്പണി നിർത്തിവെച്ചതായി ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസ്. കോടതി പരാമർശത്തെ തുടർന്നാണ് അറ്റകുറ്റപ്പണി നിർത്തിയതെന്ന് അധികൃതർ വ്യക്തമാക്കി. നല്ല സുരക്ഷയൊരുക്കി തന്നെയാണ് സ്വർണ്ണപാളികൾ എത്തിച്ചതെന്നും സ്മാർട്ട് ക്രിയേഷൻസ് അറിയിച്ചു. 24 എക്സ്ക്ലൂസീവ്. ശബരിമല ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണ്ണപ്പാളികളുടെ അറ്റകുറ്റപ്പണി നടന്നുവരുന്നതായാണ്
ദേവസ്വം ബോർഡ് ഹൈക്കോടതിയെ അറിയിച്ചത്. എന്നാൽ അറ്റകുറ്റപ്പണികൾ നടത്തുന്ന സ്ഥാപനം പറയുന്നതാകട്ടെ പണി നിർത്തിവെച്ചെന്നും സ്വർണ്ണപ്പാളികൾ എത്തിച്ചത് കനത്ത സുരക്ഷയിലാണെന്ന് ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസ് അധികൃതർ പറഞ്ഞു. പാളികൾ കൊണ്ടുവന്നപ്പോൾ തന്നെ പണി തുടങ്ങിയിരുന്നു. എന്നാൽ ഹൈക്കോടതിയിൽ വിഷയം എത്തിയതോടെ അറ്റകുറ്റപ്പണികൾ നിർത്തി. കോടതി തീരുമാനം അറിഞ്ഞ ശേഷമാകും ബാക്കി പണികൾ ചെയ്യുക. എപ്പോൾ വേണമെങ്കിലും ദേവസ്വത്തിന് സ്വർണ്ണപ്പാളികൾ തിരികെ കൊണ്ടുപോകാം. 2 ദിവസത്തെ പണിയാണ് ഇനി ബാക്കിയുള്ളത്. തങ്ങളുടെ ഇടപെടൽ സുതാര്യമാണെന്നും ആർക്കും പരിശോധിക്കാമെന്നും സ്മാർട്ട് ക്രിയേഷൻസ് വ്യക്തമാക്കി. മുഹമ്മദ് റഹീസ്, 24 ചെന്നൈ. പ്രശസ്ത ഹൃദ്രോഗ വിദഗ്ധനും ആലുവ ഹൃദയ കെയർ ഹാർട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് മെഡിക്കൽ ഡയറക്ടറുമായ ഡോക്ടർ ഗോപാലകൃഷ്ണൻ എ പിള്ള അന്തരിച്ചു. 67 വയസ്സായിരുന്നു. കാലടി നീലീശ്വരം ഈറ്റക്കടവിലെ വസതിയിൽ വ്യാഴാഴ്ച വെളുപ്പിനായിരുന്നു അന്ത്യം. തിരുവനന്തപുരം പട്ടം SUT ആശുപത്രി, എറണാകുളം ലക്ഷ്മി ആശുപത്രി, മെഡിക്കൽ ട്രസ്റ്റ്, അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ് എന്നിവിടങ്ങളിൽ സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. ആരോഗ്യ മേഖലയിലെ മികച്ച സേവനങ്ങൾ മാനിച്ച് മുൻ രാഷ്ട്രപതി KR നാരായണനിൽ നിന്ന് ഹിന്ദ്രത്തൻ പുരസ്കാരം ഉൾപ്പെടെ ഒട്ടേറെ ബഹുമതികൾ നേടിയിട്ടുണ്ട്. 24 റൗണ്ട് പൂർത്തിയാവുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.